ഹായ്, എന്തെല്ലാം സുഖം തന്നെ. നമ്മുടെ അടുത്ത് ഞാൻ ഇപ്പോൾ നാട്ടിലാണുള്ളത്. നാട്ടിൽ കുറേ ഐറ്റം നമ്മളെ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ. അതിലൊരു ഐറ്റം ആണ് കേട്ടോ നമ്മളെ കയ്യിലിരിക്കുന്നത്, DJ Osmo Action 5 Pro. ഓക്കെ, ആക്ഷൻ ക്യാമറയാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ നിറച്ച് യൂട്യൂബിലുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് അൺബോക്സിങ് ചെയ്യുക എന്നുള്ള മട്ടിലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. നാട്ടിലാണ്. ഇത് പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. ഓക്കെ, എൻ്റെ നാട് പൂക്കോട്ടുമണ്ണയാണ് കേട്ടോ. അപ്പോൾ പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ, ഞാൻ കൂട്ടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലേക്ക് നേരിട്ടാണ് കടന്നാലോ. ഇതാണ് കേട്ടോ ബോക്സ്. DJൻ്റെ ഓസ്മോ ആക്ഷൻ 5 Pro. ഓക്കെ, DJൻ്റെ ലോഗോ ഒക്കെ സെറ്റാണ്. കണ്ടോ, അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട്. ഇത് ഉപയോഗിക്കുന്ന ആപ്പ് കാര്യങ്ങളൊക്കെ ബാക്കിലുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, DJൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. DJO മിമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കൽ. ഓക്കെ, അതിൻ്റെ സ്കാൻ ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള പാക്കേജിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇത് പിന്നെ ഒന്നുണ്ട്, ഇത് അഡ്വഞ്ചർ കോംബോ ആണ് കേട്ടോ. നമുക്ക് ഇത് സെപ്പറേറ്റ് തന്നെ വാങ്ങാം. ക്യാമറയും സിംഗിൾ ഇതൊക്കെ ആയിട്ട്, സിംഗിൾ ബാറ്ററി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് സിംഗിളായിട്ട് വാങ്ങാം. പക്ഷേ നമ്മളെപ്പോഴും കോംബോ തിരഞ്ഞെടുക്കുക. കാരണം വെച്ചാൽ ഇത് സെപ്പറേറ്റ് ഇതിലുള്ള ഐറ്റങ്ങളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്കറിയാം, DJ എന്നൊക്കെ പറഞ്ഞ പ്രൊഡക്റ്റ് നല്ല അത്യാവശ്യം വാലിഡ് ആയിട്ടുള്ള, അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് തരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ട് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇതിനകത്ത് ഇതുണ്ടോ, ഇതിനകത്ത് ഇനിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ബോക്സും അതേപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ റാഡും ആണ് വരുന്നത്. ഓക്കെ, ഇനി ബോക്സിനകത്തൊക്കെ എന്തായിരിക്കണമെന്ന് നോക്കാം അല്ലേ. ഇതാണ് ഐറ്റം. അപ്പോൾ നമ്മളിവിടെ വെച്ച് ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യാം അല്ലേ. ഇത് അക്സസറീസാണ്. ഇതെന്തൊക്കെ ഉണ്ടാവും നോക്കാം. ഇപ്പോൾ ഒരു ബോക്സാണ് കേട്ടോ നമ്മൾ അൺബോക്സ് ചെയ്തത്. അക്സസറീസിൻ്റെ ബോക്സാണ് അൺബോക്സിങ് ചെയ്തത്. അതിൽ വരുന്നത് ഇതാണ് കേട്ടോ. ഇതൊരു ബാറ്ററി പവർ ബാങ്കാണ് കേട്ടോ. നമുക്കിതിന് ഉപയോഗിക്കാനുള്ള 3 ബാറ്ററി ഉണ്ട്. ഒരു പവർ ബാങ്കാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇതൊരെണ്ണം. പിന്നെ സി പോർട്ട്, 2 സൈഡ് സി പോർട്ട്, ഒരു ചാർജർ കേബിൾ ഉണ്ട്. പിന്നെ ഉള്ളത് വാറണ്ടി കാർഡ്, കുറച്ച് ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതൊന്ന്. പിന്നെ ഇത് വന്നിട്ട് അഡാപ്റ്റർ മൗണ്ടാണ്. ഇതൊരെണ്ണം. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് അടുത്ത ബോക്സും കൂടി ഒന്ന് ഓപ്പൺ ആക്കാം. ഇതാണ് മെയിൻ ഐറ്റം, ഓസ്മോ ആക്ഷൻ 5 Pro. ഓക്കെ, നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഒരു പ്രൊട്ടക്ഷൻ കേസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ലോക്ക് ചെയ്യണ സ്ക്രൂ. നമ്മൾ സ്റ്റാൻഡിൽ ഇപ്പോൾ മൗണ്ടൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ക്രൂ. ഓക്കെ, അത് 2 എണ്ണം ഉണ്ട് കേട്ടോ. പിന്നെ മൗണ്ടിങ് അടുത്തൊരു ടൂളുണ്ട്, മൗണ്ട് ചെയ്യാൻ തന്നെ അടുത്തൊരു ടൂളും കൂടി തന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മൾ മെയിൻ ഐറ്റം. ഇതാണ് ആക്ഷൻ ക്യാമറ. അയ്യോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ. കാണാൻ തന്നെ കുറച്ച് ഭംഗിയുണ്ട് ഇതല്ലേ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ്. ഓക്കെ, ഇനി അത് പറയാൻ മറന്ന്, നമ്മൾ ഓണാക്കണോ? എന്തായാലും ഓണാക്കല്ലേ. ഇല്ല, ബാറ്ററി ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാറ്ററി ഇല്ല. ഇവിടെയാണ് ബാറ്ററി. ഓക്കെ, ഒരു സി പോർട്ട്. ഓക്കെ, സി പോർട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ടും ഉണ്ട്.
ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റോഡുണ്ട് കേട്ടോ. കാരണം 1 മീറ്ററൊക്കെ അത്യാവശ്യം ലെങ്ത് എടുക്കാൻ പറ്റുന്ന ഒരു റോഡ് ഇതിൻ്റെ ഒപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ നേരെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് 2-3 വീഡിയോ എടുത്താലോ? വാ. അപ്പോൾ ഇനി ആക്ഷൻ ക്യാമറൻ്റെ കളികളാട്ടോ. ഓപ്പണായി. എങ്ങനെയുണ്ട് ആയിട്ടാ? പൊളിയല്ലേ? ഓക്കെ, അടുത്ത കുറേ വിഷയങ്ങൾ കാണിച്ചു തരാം. ഇത് എടുക്കാൻ എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുന്ന മാതിരി ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിമ്പിളായിട്ട് യൂസ് ചെയ്ത് കൊണ്ടുനടക്കാം. അതാണ് മെയിനായിട്ട് ഇതിൻ്റെ ലാഭം. ഓക്കെ, കുറച്ച് വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് റോഡ് ഞാനിപ്പോൾ പറ്റത്താത്തിയിട്ടാണ് കേട്ടോ. ഈ റോഡൊന്ന് ഉയർത്തി നോക്കാം അല്ലേ, എത്രത്തോളം ഉണ്ട്. അയ്യോ, ഇത് റോഡിൻ്റെ ഫുൾ ലെങ്ത് കേട്ടോ. നോക്കി ഐറ്റം നോക്കേ, എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതാ പറഞ്ഞത്, സിമ്പിളായിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്ത് നടക്കാം നമുക്ക് എങ്ങോട്ടും. അതാണ് ഇതിൻ്റെ മെച്ചം. അതുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തത്. നമുക്ക് കുറേ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നടക്കൂല ഇനി. നമുക്കൊരു മൊബൈൽ വെച്ചിട്ട്, മൊബൈൽ എന്താ അത് ഹീറ്റ് ആവുകയാണ് പെട്ടെന്ന്. ഐഫോണാണ് പെട്ടെന്ന് ഹീറ്റ് ആവുക. എന്താണെന്നറിയില്ല. നമ്മൾ ജിമ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പറയാൻ വേണ്ട. ജിമ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഹീറ്റ് ആവുക. അതുപോലെ തന്നെ ഷട്ട് ഡൗൺ ആവും, പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും. ഹീറ്റിൻ്റെ പണി കാണിക്കും. അതിനുശേഷം അത് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആവും. പിന്നെ ഈ ഐറ്റം നമ്മൾ എടുത്തത് എവിടെ നിന്ന് അറിയാം? ദുബായിൽ നിന്നാണ് കേട്ടോ. ദുബായിൽ നൂണ് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? ദുബായിൽ നിൽക്കുന്നവർക്കൊക്കെ, ദുബായ് സൗദി അറേബ്യയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാം. നൂണെന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദുബായിൽ നമ്മളൊരു അനിയനുണ്ട്. അപ്പോൾ അനിയനോട് ഞാൻ പറഞ്ഞ് ഈ നാട്ടിൽ വരുമ്പോൾ എനിക്ക് 2-3 ഐറ്റം വേണം, ഈ അവിടുന്ന് അത് എടുത്തിട്ട് വരണം. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നല്ല ടാക്സ് കൊടുത്ത് വാങ്ങണം. പിന്നെ ഇതൊക്കെ പിന്നെ പേഴ്സണൽ യൂസിൽ വാങ്ങുന്ന ഐറ്റങ്ങളായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് മാത്രം ഞാൻ ദുബായിൽ നിന്ന് എടുത്താണ് കേട്ടോ ഈ ഐറ്റം. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? പിന്നെ ദുബായിൽ ഏകദേശം 2000 ദിർഹമാണ് കേട്ടോ എനിക്ക് വന്നത് ഇതിന് ചിലവ്. ഇതിൻ്റെ അഡ്വഞ്ചർ കോംബോ ആയതുകൊണ്ട് മാത്രമാണ് ഈ 2000 ദിർഹമായത്. അല്ലാന്നുണ്ടെങ്കിൽ ഏകദേശം സിംഗിൾ ബാറ്ററിയും ആക്ഷൻ ക്യാമറയും കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1500 ദിർഹമൊക്കെ ഉള്ളൂ. എങ്ങനെയുണ്ട്? അയ്യോ, പൊളിച്ചില്ലേ? അപ്പോൾ ഇനി വീട്ടിലാണ്, നാട്ടിലാണ്. കുറേ ഫാമിലി വീഡിയോസൊക്കെ വരും. എങ്ങനെയായിട്ടോ? പൊളിയല്ലേ? ഓക്കെ, ഉഷാറല്ലേ? ഇതൊക്കെ വേണം, അല്ലാതെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊന്നും പിടിച്ചിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അൺബോക്സിങ് ഉണ്ടല്ലോ. അപ്പോൾ നാളെ വേറെ ഐറ്റം കൂടി അൺബോക്സിങ് ഉണ്ട് കേട്ടോ. ഒക്കെ DJൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഫുൾ ഐറ്റം DJനോട് എന്താ അറിയില്ല, നല്ല വിശ്വാസമുണ്ട് ഇപ്പോൾ നല്ലോണം. കാരണം അതിൽ നല്ല അത്യാവശ്യം ക്വാളിറ്റി തരുന്നുണ്ട്. ഞാൻ ഒരു പിന്നെ എന്താ പറയുക, ഒരു ജിമ്പിൽ എടുത്തിരുന്നു. അത്യാവശ്യം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഞാൻ റഫായിട്ട് തന്നെ യൂസ് ചെയ്യേണ്ടത്. ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇത് എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല, ഇലക്ട്രോണിക് ഐറ്റംസ് അല്ലേ, എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും അതിനോടത്ര സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് മാത്രം. പിന്നെ വിശ്വാസം കൂടിയിട്ട് അതിനോട്, DJനോട് നല്ല ക്വാളിറ്റി തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ ഇതിൻ്റെ മുന്നേ വേറൊരു ഐറ്റം ഇതേമാതിരി ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്ന് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഐറ്റം ഉപയോഗിച്ചപ്പോൾ നല്ല അത്യാവശ്യം നല്ല എനിക്ക് നല്ല കംഫർട്ടായി എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് DJയിൽ നമ്മൾ വിശ്വസിക്കുന്നത്. വേറെയും ക്യാമറകൾ ഉണ്ട് കേട്ടോ, കുറ്റമൊന്നും പറയണില്ല, അതെനിക്കറിയില്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ DJൻ്റെ ഐറ്റങ്ങളൊന്നും നമ്മൾ ചതിക്കൂല. പറയാനും പറ്റില്ല, ചതിക്കുകയാണെങ്കിൽ ഒരു വീഡിയോ എന്തായാലും വരും. ഓക്കെ, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ. അപ്പോൾ അടുത്ത അൺബോക്സിങ്ങിൽ കാണാം. ബൈ.